കാമുകിയെ വാഹനാപകടത്തിൽപ്പെടുത്തിയ ശേഷം അപകടസ്ഥലത്ത് രക്ഷകനായെത്തി യുവാവിൻ്റെയും സുഹൃത്തിൻ്റെയും ഹീറോയിസം. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസിന് ചെറിയൊരു സംശയം, ഈ വാഹനാപകടം ഒരു ആസൂത്രിതമാണോ എന്ന്. അങ്ങനെ യുവാവിനെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് കാമുകിയുടെ കുടുംബത്തിൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി നടത്തിയ ആസൂത്രിതമായ അപകടമായിരുന്നു അത്. പത്തനംതിട്ട കോന്നിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒടുവിൽ കാമുകനും സുഹൃത്തും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് പോകും മുമ്പ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ്. തൃശ്ശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. ശില്പ, 5 വയസ്സുള്ള മകൻ അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനം. രാവിലെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇതുപോലുള്ള വാർത്തകൾ പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് ഏറെ സങ്കടം തോന്നും, വിഷമം തോന്നാറുണ്ട്. കാരണം കുഞ്ഞു മക്കളെ കൊലപ്പെടുത്തി ജീവനെടുക്കുന്ന അമ്മമാർ. ഇത് ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ അടാട്ടാണ് ദാരുണമായ കൂട്ടമരണം സംഭവിച്ചത്. എന്താണ് ആത്മഹത്യയുടെ കാരണം? പോലീസ് എന്താണ് നൽകുന്ന വിവരം? എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും വരുന്നത്. ഈ അമ്മ ശില്പ മകനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. മകൻ അക്ഷയ്ജിത്ത് 5 വയസ്സ് മാത്രമാണുള്ളത്. ഈ പോലീസ് പറയുന്നതനുസരിച്ച് ഇന്ന് രാവിലെ ഏറെ നേരം കഴിഞ്ഞിട്ടും ശില്പ പുറത്തേക്ക് വന്നിരുന്നില്ല. തുടർന്ന് കതക് തട്ടി വിളിക്കുമ്പോൾ രണ്ടുപേരുടെയും അനക്കമുണ്ടായില്ല. ഈ ഭർത്താവിന്റെ വീട്ടിലാണ് ശില്പ താമസിക്കുന്നത്. ഉടനെ തന്നെ ഭർത്താവ് രോഹിത് അടുത്ത് തന്നെയായിരുന്നു മോഹിത്. പനിയായതിനാൽ മറ്റൊരു മുറിയിലായിരുന്നു കിടന്നിരുന്നത്. ഉടനെ മകനെയും അതോടൊപ്പം തന്നെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ച് അവർ കതക് കുത്തി തുറന്ന് നോക്കുമ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശില്പയെ തൂങ്ങിയ നിലയിലായിരുന്നു. മകന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ശില്പ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ശില്പയുടേതെന്ന് പറയുന്ന ഒരു ശബ്ദ മാത്രമാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. മറ്റ് ആത്മഹത്യാക്കുറിപ്പൊന്നും ലഭ്യമായിട്ടില്ല. അതിൽ പറയുന്നത് പ്രകാരം ശില്പ വളരെയേറെ നാളുകളായി ഈ PSC പരീക്ഷയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും ജോലി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വേണ്ട വിധത്തിൽ തനിക്ക് ജോലി ലഭിക്കാത്തതും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതും, അതായത് ഈ ജോലി സംബന്ധമായി തനിക്ക് നല്ലൊരു ജോലി കിട്ടിയില്ല. ഒരുപാട് നാളായി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നടക്കാത്തതിൻ്റെ നിരാശയാണ് ശില്പ ആത്മഹത്യക്ക് ചെയ്യാൻ കാരണമെന്നാണ് ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. എന്തായാലും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഭർത്താവ് മോഹിത് പറയുന്നത് തനിക്ക് പനി കാരണം മറ്റൊരു മുറിയിലായിരുന്നു കിടന്നതെന്നാണ്. അതും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുവാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 5 വയസ്സുള്ള മകനെയും കൊലപ്പെടുത്തിയ ശേഷമാണ് ശില്പ തൂങ്ങി മരിച്ചത് എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. മറ്റ് പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ? ഭർത്താവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമോ കുടുംബ പ്രശ്നമോ ഒക്കെ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് കേട്ടോ. കാരണം അത് എന്തായാലും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് നവമി. നമുക്കറിയാം, സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു കുടുംബമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ വീടും ആ പശ്ചാത്തലവും പരിസരവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ പരിശോധിക്കണം. പക്ഷേ ഈ യുവതിയെ അലട്ടിയിരുന്നത് അവർക്ക് ഇത്രയും നാളുമായി ജോലിയില്ല, PSC കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട്, ജോലി ലഭിക്കാത്തതിൻ്റെ നിരാശ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഓഡിയോ സംഭാഷണമാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ളത്. മറ്റു കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? ഇത് തന്നെയാണ്, ഈ ജോലിയില്ലാത്തതിൻ്റെ നിരാശയാണ് ആത്മഹത്യക്ക് കാരണമായതെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. കാരണം അങ്ങനെയെങ്കിൽ എന്തിനാണ് ആ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നൊരു ചോദ്യമാണല്ലോ അവശേഷിക്കുന്നത്.
അതെ, ആ ചോദ്യമാണ് ബാക്കിയാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയേറെ മാനസിക ബുദ്ധിമുട്ട് ശില്പ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ മകനെ കൂടി കൊലപ്പെടുത്തിയത്? ഭർത്താവുമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ പോലീസ് അത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശത്തിൽ ലഭിക്കുന്നതനുസരിച്ച് ഒരു പ്രാഥമിക നിഗമനാണ്, അതിപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് തനിക്ക് വേണ്ട രീതിയിൽ ഈ ജോലി ലഭിക്കാത്തതും PSCക്കായി ഒരുപാട് നാളായി പരിശ്രമിക്കുന്നുണ്ട്, ഉയരത്തിലേക്ക് എത്താൻ കഴിയാത്തതും ഒരു വിജയം കൈവരിക്കാൻ കഴിയാത്തതുമാണ് തന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ശില്പ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. പക്ഷെ അത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ശില്പയുടെ ഫോൺ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഫോണും അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ഈ ഭർത്താവിന്റെ അടക്കം വിശദമായിട്ടുള്ള മൊഴിയെടുക്കാനാണ് പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിൽ പോലീസിനും എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും പ്രാഥമിക നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അപ്പോഴും സംശയിക്കുന്നത് കുടുംബവുമായി ഇത് ശില്പ പങ്കുവച്ചിരുന്നോ, പ്രത്യേകിച്ച് ഭർത്താവുമായി ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പഠിത്തത്തിൽ തനിക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ട് ഭർത്താവുമായി ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നോ, ഭർത്താവിന് ഇക്കാര്യം അറിയിരുന്നോ, മാനസികമായി ശില്പ വളരെയേറെ തകർച്ചയിലായിരുന്നോ? ഈ നമ്മൾ സാധാരണയായി കാണാറുണ്ട് ഇത്തരത്തിലുള്ള വേണ്ട വിധത്തിൽ ജീവിതത്തിൽ ഇപ്പോൾ ജോലിക്കായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലായാലും ഒക്കെ മികച്ച വിജയം കൈവരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മാനസികമായി വലിയ പിരിമുറുക്കം അനുഭവിക്കുക, ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. ആ തരത്തിലുള്ള ഏതെങ്കിലും മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസികമായി വലിയ തളർച്ച ശില്പയ്ക്കുണ്ടായിരുന്നോ? അത് കുടുംബവുമായി പങ്കുവച്ചിരുന്നോ, ഭർത്താവുമായി പങ്കുവച്ചിരുന്നോ? ഇതെല്ലാം പോലീസിന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് ആ വിധത്തിലുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. പക്ഷെ 5 വയസ്സുള്ള തന്റെ മകനെ കൂടി കൊലപ്പെടുത്താൻ എങ്ങനെയാണ് ശില്പയ്ക്ക് കഴിഞ്ഞതെന്നാണ് കുടുംബവും ചോദിക്കുന്നത്. ഭർത്താവും വലിയ മാനസിക വിഷമത്തിൽ തന്നെയാണ്. പോലീസ് വിശദമായിട്ടുള്ള മൊഴി അതാണ്. കാരണം നമുക്കറിയാം ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള മാനസിക പിരിമുറുക്കങ്ങളൊക്കെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടാകും. ചെറിയൊരു പരാജയം ജീവിതത്തിൽ സംഭവിച്ചാൽ, ചില നഷ്ടങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജീവിതം മുന്നോട്ട് പോയില്ലെങ്കിലൊക്കെ നിരാശ ഉണ്ടാകും. അത് പിന്നീട് ഇതുപോലുള്ള ഡിപ്രഷനിലേക്ക് പോകും. ഒരുപക്ഷെ ആത്മഹത്യാ പ്രവണത തോന്നാം. സാധാരണഗതിയിൽ നമ്മുടെ ഈ മനഃശാസ്ത്രജ്ഞനൊക്കെ ഉപദേശിക്കുന്നൊരു കാര്യമുണ്ട്. അതുപോലുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഉടനെ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണുക, അല്ലെങ്കിൽ മനസ്സാരോടെങ്കിലും തുറക്കുക, ആരുടെങ്കിലും വിഷമങ്ങൾ പങ്കുവയ്ക്കുക. അതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ മാത്രമേ ഇതിനെ മറികടക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണും, അത് ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, പ്രയാസം വന്നാൽ അത് ഒളിച്ചു വെക്കാൻ നോക്കും. ഒടുവിൽ ഇതുപോലുള്ള വലിയ ദുരന്തത്തിൽ കലാശിക്കുന്ന അവസ്ഥ. യഥാർത്ഥത്തിൽ ഈ ശില്പയ്ക്കും അതല്ലേ സംഭവിച്ചത്? അതേട്ടോ, പലപ്പോഴും ഇത് തുറന്നു പറയാൻ മടിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മുൻപൊക്കെ, അല്ലെങ്കിൽ ഇപ്പോഴും മാനസികമായി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുന്നു, മാനസിക രോഗ വിദഗ്ധനെ കാണുന്നു എന്ന് പറയുന്നത് മറ്റു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുകയും അതൊരു മോശമായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇപ്പോഴും നമുക്ക് ചുറ്റിലുണ്ട്. അത് പിന്നീട് കളിയാക്കപ്പെടുമോ, തനിക്ക് ഏതെങ്കിലും മാനസിക രോഗമുണ്ടോ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുമോ എന്ന രീതിയിലേക്കൊക്കെ പോകുമോ എന്ന് വിഷമിക്കുന്ന കുറെ ആളുകളുണ്ട്. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ളവരാണ് പലപ്പോഴും ഈ ആത്മഹത്യ എന്നൊരു വഴി തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ശില്പ അത് തന്നെയാണോ? ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് പോലെ തന്നെ മാനസിക പ്രശ്നം, ഈ വിജയം കൈവരിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാത്തതിന്റെ വിഷമമാണെങ്കിൽ അത് കുടുംബത്തോട് പങ്കുവച്ചിരുന്നോ എന്നതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ, ഭർത്താവിനോട് ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതൊക്കെ നമുക്ക് വരും മണിക്കൂറിലെ അറിയാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലേക്ക് ഈ വിദ്യാർത്ഥികളിലുമൊക്കെ ആത്മഹത്യ കൂടുന്നതിന്റെ ഒരു കാരണം ഇങ്ങനെ ഈ പഠിത്തത്തിൽ വിജയം കൈവരിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ജോലി സമ്മർദ്ദം, ഇതൊന്നും മാനസികമായി വളരെയേറെ ആഘാതം ഉണ്ടാക്കുമ്പോഴാണ് ഈ ആത്മഹത്യ എന്ന വഴി പലരും തിരഞ്ഞെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഡോക്ടറിനെ കാണുകയോ അല്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായം തേടുകയോ ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ നമ്മുടെ മാനസിക പിരിമുറുക്കം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഇവിടെ ശില്പയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക്
അറിയില്ല. പ്രാഥമികമായി ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. ഓഡിയോ സന്ദേശത്തിലും ശില്പ തനിക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായി, വിജയം നേടാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് മരണകാരണമെന്നാണ് കുടുംബം പറയുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും നമുക്ക് ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും പലരും ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. യെസ്, അതാണ് നവമി സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ആത്മഹത്യാ നിരക്ക് കേരളത്തിൽ ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. ഒരു വർഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം 10,000 ആണെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തന്നെ കണക്ക്. അതിൽ പല കാരണങ്ങളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യത, ഒരുപക്ഷെ ഇതുപോലുള്ള ഡിപ്രഷൻ, അങ്ങനെ പല അവസ്ഥയിലൂടെയും കടന്നു പോകും. ഒരുപക്ഷെ നമ്മൾക്കൊക്കെ ഇതുപോലുള്ള ഒരു ആത്മഹത്യ പ്രവണതയൊക്കെ തോന്നാം. അതിൽ ചെറിയ നിമിഷത്തെ തോന്നലുകളാണ് പലരുടെയും ജീവിതം ഒടുവിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന തോന്നലിലേക്ക് എത്തുന്നത്. അവിടെ തിരിച്ചറിയുക, ഇതുപോലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആരോടെങ്കിലും വിഷമം പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇനി തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞരെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കണ്ട് അതിന് പരിഹാരം കണ്ടെത്താനുള്ള വഴിയാണ് ആദ്യം തേടേണ്ടത്. പ്രണയിനിയെ സ്വന്തമാക്കാൻ വാഹനാപകടമുണ്ടാക്കി രക്ഷകൻ ചമഞ്ഞെത്തിയ കാമുകനും സുഹൃത്തും നരഹത്യാശ്രമ കേസിൽ അറസ്റ്റിൽ. കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് രാജൻ, കോന്നിത്താഴം സ്വദേശി അജാസ് എന്നിവരാണ് പത്തനംതിട്ടയിൽ പിടിയിലായത്. ഡിസംബർ 23-ന് പത്തനംതിട്ട വാഴമുട്ടത്ത് വെച്ചായിരുന്നു സംഭവം. യുവതിയെ വാഹനാപകടത്തിൽപ്പെടുത്തിയ ശേഷം അപകട സ്ഥലത്ത് രക്ഷകനായെത്തി കുടുംബത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി പ്രതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ അപകടമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, അല്പം ഇത് ഗൗരവമുള്ളൊരു കേസാണെങ്കിൽ പോലും കൗതുകം നിറഞ്ഞൊരു വാർത്ത കൂടിയാണ്. കാരണം അവിടെ ഒരു ഹീറോയിസം കാണിക്കാൻ വേണ്ടി ആ യുവാവും സുഹൃത്തും ചേർന്ന് നടത്തിയ അപകടം, അവിടെ കാമുകിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, കാമുകിയുടെ കുടുംബത്തിൻ്റെ പ്രീതി നേടാനുള്ള നീക്കം. പക്ഷേ 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ കള്ളത്തരവും പൊളിയുന്നു. ഇതെങ്ങനെയാണ് പോലീസിന് മനസ്സിലായത്? ഇതൊരു ആസൂത്രിതമായിട്ടുള്ള അപകടമാണ്, ഇതുപോലുള്ള അവർ ബോധപൂർവം സൃഷ്ടിച്ചൊരു അപകടമാണെന്ന് എങ്ങനെയാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു കൗതുകവും ഒപ്പം സിനിമ കഥകളെ വെല്ലുന്ന പോലുള്ള ഒരു അപകടം കൂടിയാണ് ഈ കാമുകനായ രഞ്ജിത്തും ഒപ്പം രഞ്ജിത്തിന്റെ സുഹൃത്ത് അജാസും കൂടെ നടത്തിയത്. എന്തായാലും കാമുകിയെയും ഒപ്പം കാമുകിയുടെ വീട്ടുകാരെയും പ്രീതിപ്പെടുത്തി അനുകമ്പ ഉണ്ടാക്കാൻ തനിക്ക് അനുകൂലമായി അവരുടെ ഒരു അനുകമ്പ നേടിയെടുക്കുന്നതിന് വേണ്ടി ആസൂത്രണമായി ചെയ്ത ഒരു അപകടമാണ് പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ കഴിഞ്ഞത്. അത് പ്രധാനമായും കഴിഞ്ഞ ഡിസംബർ 23-നാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. കോന്നി വാഴമുട്ടത്ത് വെച്ചാണ് ഈ രഞ്ജിത്തിന്റെ കാമുകിയായ പെൺകുട്ടി, അത് ഇടയ്ക്ക് വെച്ച് ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മാറി നിൽക്കുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം കാമുകിയുമായുള്ളൊരു അടുപ്പവും ഒപ്പം വീട്ടുകാരെയും തന്നോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു അപകടം ഇവർ പ്ലാൻ ചെയ്തത്. രഞ്ജിത്തും രഞ്ജിത്തിന്റെ സുഹൃത്ത് അജാസും കൂടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഡിസംബർ 23-ന് അടൂരിൽ നിന്നും ഈ പെൺകുട്ടി അവിടെ നിന്നും സ്കൂട്ടറിൽ വരുമ്പോൾ കോന്നി വാഴമുട്ട ബീച്ച് വെച്ചാണ് ഈ രഞ്ജിത്തിന്റെ സുഹൃത്തായ അജാസ് കാർ കൊണ്ടിടിച്ച് അപകടപ്പെടുത്തിയ ശേഷം നിർത്താതെ പോവുകയും ചെയ്യുന്നു. തുടർന്ന് നാട്ടുകാർ അവിടെ എത്തുമ്പോഴതിന് മുന്നേ തന്നെ രഞ്ജിത്തും കാർ ഓടിച്ചവിടെ വരുന്നു. ഉടൻ തന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നു. ഈ പെൺകുട്ടിയുടെ ഭർത്താവാണ് താനെന്നും രഞ്ജിത്ത് അവിടെ നാട്ടുകാരോട് തെറ്റിദ്ധരിപ്പിച്ച് പെൺകുട്ടിയും കൊണ്ട് കോന്നിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വരുന്നു. എന്തായാലും നാട്ടുകാർക്ക് അപ്പം തന്നെ ചില സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് എന്തിനാണ് ആ പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചു വരുമ്പോൾ തൊട്ട് പിന്നാലെ കാർ ഓടിച്ചു വരുന്ന ഒരു സംശയം നാട്ടുകാർക്കുണ്ടായിരുന്നു. ഈ സംശയം പോലീസിനോട് പങ്കുവെക്കുകയും ചെയ്തു. പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ രഞ്ജിത്തും അജാസും തമ്മിലുള്ള ഫോൺ കോളുകളും എല്ലാം പരിശോധിച്ചപ്പോഴാണ് ഇവർ തമ്മിൽ ആസൂത്രിതപരമായി ഇത്തരം ഒരു കാര്യം ചെയ്തതാണെന്ന് കണ്ടെത്തുന്നത്. വളരെ കൗതുകരമായ രീതിയിൽ ചെയ്ത് ഈ കാമുകിയെ തന്നോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയും വീട്ടുകാരുടെ ചില അനുകമ്പം ഈ രഞ്ജിത്തിന് കാമുകനെ ലഭിക്കുന്നതിനും വേണ്ടിയും ഇവരുടെ വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുന്നതിനും വേണ്ടിയുള്ള ഒരു അനുകമ്പ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഉണ്ടായത്. പക്ഷേ അത് അപകടം വരുത്തി ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി വീട്ടുകാരുടെ മുന്നിൽ ഒരു നല്ല വ്യക്തിയായി മാറുക എന്നുള്ള
രീതിയാണ് ഈ രഞ്ജിത്ത് ചെയ്തത്. പക്ഷേ വളരെ ആസൂത്രിതമായി ചെയ്തൊരു പദ്ധതി, പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തോടു കൂടി തന്നെ ഇത് പൊളിച്ചെടുക്കുകയും ചെയ്തു. എന്തായാലും കേസ് ആദ്യം അപകടത്തിന്റെ മനഃപൂർവ്വമല്ലാത്ത നിരകത്തിക്കാണ് ആദ്യം കേസെടുത്ത്, പിന്നീട് വധശ്രമത്തിലേക്ക് കേസ് മാറ്റിയെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പെൺകുട്ടി ആദ്യം അപകടം നിർത്താതെ പോയ വാഹനത്തെ കുറിച്ചാണ് കംപ്ലൈന്റ് ആയി പറഞ്ഞത്. പക്ഷേ അജാസിന്റെ ഫോൺ നമ്പരും രഞ്ജിത്തിന്റെ ഫോൺ നമ്പറും ഇവർ തമ്മിൽ ഫോൺ കോളുകൾ തമ്മിൽ കൈമാറിയതൊക്കെ പോലീസ് കൃത്യമായി പരിശോധിച്ചു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇവർ ആസൂത്രിതമായി ചെയ്ത ഒരു അപകടമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ഭാഗ്യം കൊണ്ടാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഒരുപക്ഷേ ഈ അപകടത്തിൽ ഈ പെൺകുട്ടി സ്കൂട്ടറിനെ തെറിച്ച മതിലെങ്ങാനും വീഴുകയാണെങ്കിൽ, തലയിടിച്ച് വീഴുകയാണെങ്കിൽ വലിയ ഗുരുതരമായ പരിക്ക് പെൺകുട്ടി ഉണ്ടാകുകയും ഒരുപക്ഷെ മരിക്കാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. അതെന്തായാലും ഇത്തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായ അനുഭവം ഉണ്ടാക്കി പെൺകുട്ടിയുടെ സ്നേഹം പിടിച്ചു പറ്റുക. തീർച്ചയായും ഭാഗ്യം കൊണ്ടാണ് ആ പെൺകുട്ടി ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ പെൺകുട്ടിക്ക് ഈ ആസൂത്രിതമായ അപകടത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? അതോ ഈ പെൺകുട്ടിയുടെ, അതായത് പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഒരു നാടകീയമായ അപകടം സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ, അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നോ യുവാവിന്? ടോം, തീർച്ചയായും അത് തന്നെയാണ്. ഇവർ തമ്മിൽ പരിചയക്കാരാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ചില പിണക്കങ്ങളുണ്ടായിരുന്നു. അതിന്റെ പകരമായാണ് ഇത്തരം ഒരു സിനിമാ സ്റ്റൈലിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പെൺകുട്ടിയോട് വീണ്ടും അടുക്കുക, വീട്ടുകാരോട് അനുകമ്പം ഉണ്ടാക്കുക, താൻ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി എന്ന് വരുത്തി തീർച്ചുകൊണ്ട് നല്ല വ്യക്തിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു കൃത്രിമമായ ഒരു അപകടം, അതായത് ആസൂത്രണം ചെയ്തൊരു അപകടം ഇവര് ചെയ്തത്. എന്തായാലും സിനിമാ കഥയെ വെല്ലുന്ന പോലെ തന്നെയാണ്. ആദ്യം പെൺകുട്ടി പോകുന്ന CCTV ദൃശ്യങ്ങൾ നമുക്കത് കൃത്യമായി അറിയാം. അതിനെ പിന്തുടർന്ന് വരുന്ന കാറിലാണ് അജാസ് വരുന്ന, രഞ്ജിത്തിന്റെ സുഹൃത്ത്. ഈ പെൺകുട്ടി ഇടിച്ചെത്തിയതിനു ശേഷം അജാസ് പോവുകയും ചെയ്യുന്നു. തൊട്ട് പിന്നാലെ ഇന്നോവ കാറിലാണ് ഈ രഞ്ജിത്ത് എത്തുന്നത്. രഞ്ജിത്ത് എത്തുന്ന സമയത്ത് തന്നെ ആ നാട്ടുകാരോട് പറയുന്നത് എന്റെ ഭാര്യയാണ്, ഞാൻ ഈ പെൺകുട്ടിയുടെ ഭർത്താവാണെന്ന് നാട്ടുകാരോട് തെറ്റിദ്ധരിപ്പിച്ചാണ് പെൺകുട്ടി അവിടെ നിന്ന് കൊണ്ടത്. അതാണ് പ്രധാനമായും നാട്ടുകാർ എടുത്തു പറയുന്നത്. കാരണം അങ്ങനെ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ പോകുമ്പോൾ അതിന്റെ തൊട്ടുപുറകെ കാറിനകത്തൊരു ഭർത്താവ് വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഒരു സംശയം ഉണ്ടാകുന്നു. പോലീസും അത് ഗൗരവത്തോടെടുത്ത് പിന്നീട് അവർ നടത്തിയ ചില അന്വേഷണങ്ങൾ, ഇവർ തമ്മിലുള്ള ഫോൺ കോളുകൾ, അത് ഈ അജാസിന് പിടിയിലായ അജാസിന്റെയും ഒപ്പം ഈ രഞ്ജിത്തിന്റെയും ഈ പെൺകുട്ടിയുടെയും ഒക്കെ ഫോൺ കോളുകളൊക്കെ പരിശോധിച്ചാണ് ഇതിൽ ആസൂത്രിതമായി നടത്തിയ ഒരു അപകടമാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ നരഹത്യ എന്നെടുത്ത കേസ് പിന്നീട് വധശ്രമത്തിലാകുകയും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്തായാലും ആ പെൺകുട്ടി രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ഇവർക്ക് ഒരുപക്ഷെ അത്തരത്തിൽ അനുകമ്പ കിട്ടുക അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരു പ്രീതി പിടിച്ചുവിട്ടാലും തന്നിലേക്ക് പെൺകുട്ടിയെ അടുപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണെങ്കിൽ പോലും ആ അപകടത്തിൽ ഒരുപക്ഷെ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പക്ഷേ ജീവൻ നഷ്ടപ്പെടാൻ പോലും സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കടന്ന കൈയായി പോയി ഈ കാമുകന്റെ എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ ചെറിയ കാര്യം അതിബുദ്ധിയാണ് ഈ യുവാവിനെ ഒടുവിൽ കേസിൽ പോലും കുടുക്കിയത്. ഇതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇരുവരും തമ്മിലുള്ള ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ടും ഇത് അറിഞ്ഞു കാണും. അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് അറിയണം. അതിനുശേഷമുള്ള ഇപ്പോഴത്തെ ഈ കാരണം പെൺകുട്ടിയെ വീണ്ടും അടുപ്പിക്കാനുള്ള ശ്രമമാണ് ഇതുപോലുള്ള വലിയ കെണിയിൽ യുവാവിനെ കുടുക്കിയത്. അതിനുശേഷമുള്ള ഇവരുടെ ബന്ധത്തിലെ അവസ്ഥ എന്താണ്? ടോം, തീർച്ചയായും പരാതിയുമായി തന്നെയാണ് ഇപ്പം പെൺകുട്ടിയുടെ വീട്ടുകാരുള്ളത്. അത്തരത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസെടുക്കുകയും ഇവർ രണ്ട് പ്രതികളും റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പെൺകുട്ടിക്ക് സാരമായ കൈക്കും കൈകൾക്ക് പരിക്കുണ്ട്, കൈക്ക് പൊട്ടലുണ്ട്, വിരലുകൾക്ക് പരിക്കുണ്ട്. അങ്ങനെ ചില പരിക്കുകൾ കുട്ടികളുണ്ട്. എന്നാലും വലിയ ഗുരുതരമല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. എന്നാലും കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഈ കാമുകൻ തന്നെ ഈ പെൺകുട്ടിയെ ഇവിടെ എത്തിച്ചത് എന്നുള്ള കാര്യം പോലീസും വ്യക്തമായിട്ട് പെൺകുട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ഒരു അപകടത്തില് കൃത്രിമത്വം ഉണ്ടായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു അപകടമാണ് എന്നുള്ള കാര്യത്തിലേക്ക് വ്യക്തമാക്കിയത്. എന്തായാലും അത് കൃത്യമായി തെളിയിക്കാനും പോലീസിന് കഴിഞ്ഞു. രണ്ട് പ്രതികളും ഇപ്പോൾ റിമാൻഡിലാണ്. വീട്ടുകാരും ഇവർക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന ആ വിവരമാണ് പോലീസും നൽകുന്ന വിവരം. എന്തായാലും വളരെ പ്ലാൻ ചെയ്ത് നടത്തിയൊരു അപകടം, വീട്ടുകാരുടെ പ്രീതിക്ക്, പെൺകുട്ടിയുടെയും ഒപ്പം വീട്ടുകാരുടെയും പ്രീതിക്ക് വേണ്ടി തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടി നടത്തിയുള്ള ഒരു ആസൂത്രിത അപകടമാണ് ഇപ്പോൾ ഈ കാമുകന് തന്നെ വിനയായിട്ടുള്ളത്. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്, റിമാൻഡിലായിട്ടുണ്ട്. ടോം, പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഒരു അതിബുദ്ധിയാണ്. കാരണം പെൺകുട്ടിയുടെ സ്നേഹം കൂടുതൽ സ്വന്തമാക്കാനും വീട്ടുകാരുടെ പ്രീതി നേടാനും വേണ്ടി നടത്തിയ
ആ ഒരു ആസൂത്രിതമായ അപകടമാണ് രണ്ടുപേരെയും, കാമുകനെയും യുവാവിനെയും സുഹൃത്തിനെയും ഒടുവിൽ കേസിൽ കുടുക്കിയത്. കാസർഗോഡ് തലപ്പാടിയിൽ KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞ വയോധികൻ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തു. കുപ്പള മണ്ണംകുഴി സ്വദേശി ഹമീദ് അലിയാണ് മനോവിഷമത്തിൽ ജീവനൊടുക്കിയത്. ഹമീദിനെ പോലീസ് പിടികൂടിയ സമയത്തെ ചിത്രം ആരോ എടുത്ത് വാട്സാപ്പിൽ പങ്കുവച്ചിരുന്നു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി KB ബൈജു ചേരുന്നു. ബൈജു, ദാരുണമായിട്ടുള്ള സംഭവമാണ്. കാരണം ഒരു അബദ്ധവശാലോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലോ KSRTC ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, അതിൻ്റെ മനോവിഷമത്തിൽ ജീവനെടുക്കുന്നു. ഇതുതന്നെയാണ് ഈ ഹമീദ് അലി ജീവനെടുക്കാനുള്ള കാരണമെന്ന് ഉറപ്പിക്കുന്നുണ്ട്. ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? ടോമെ, ഈ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഈ വിവരം പങ്കുവച്ചത്. അതായത് ഈ സംഭവം നടക്കുന്നത് കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലാണ്. ഈ തലപ്പാടിയിൽ ഇദ്ദേഹത്തിന് കാസർഗോഡ് ഭാഗത്തേക്ക് വരണമായിരുന്നു. അങ്ങനെ ബസ് കാത്തു നിൽക്കുന്നതിനിടെ 4ഓളം ബസ്സുകൾക്ക് നേരെ കൈ നീട്ടിയിട്ടും ബസ് നിർത്താതെ പോയി. തുടർന്ന് 5ാമത് ഏറ്റവും ഒടുവിലായുള്ളൊരു ബസ് കൂടിയാണ്. അത് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ ബസ്സിന് കൂടി കൈ നീട്ടി അത് നിർത്താതെ പോയതോടെ പ്രകോപിതനായാണ് ഇദ്ദേഹം ഈ കല്ലെറിയുന്നത് ബസ്സിന്. അങ്ങനെ ബസ് അവിടെ നിൽക്കുകയും ഇയാളെ കൈയോടെ പിടികൂടി മഞ്ചേശ്വരം പോലീസ് ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് ഇത് അന്വേഷിക്കുമ്പോഴേക്കും ഇത് കർണാടക അതിർത്തിയിൽപ്പെടുന്ന, അതായത് ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ഉള്ളാൾ പോലീസിന് കൈമാറുന്നു. അങ്ങനെ അവിടെ നിന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇയാൾ വീട്ടിൽ ഇത്തരത്തിൽ പോയതിനു ശേഷം വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഒരു മനോവിഷമത്തിലാണ്. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ, അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ മലപ്പുറം സ്വദേശിനിയാണ്. അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ മലപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ശ്രദ്ധയിൽ ഈ ദൃശ്യം പെട്ടിരുന്നു. അവർ ഈ ദൃശ്യം കണ്ടതിനെ തുടർന്ന് ഈ ഇദ്ദേഹത്തെ ഭർത്താവിനെ വിളിച്ചു, മുഹമ്മദ് അലിയെ വിളിച്ചു. പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അയൽവാസികളാണ് ഈ വീട്ടിൽ ചെന്ന് നോക്കുന്നത്. അപ്പോഴേക്കും ഇദ്ദേഹം മരണം സംഭവിച്ചിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഉള്ളാൾ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ജാമ്യത്തിൽ വിട്ടതിന് തൊട്ടു പിന്നാലെ ആണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മനോവിഷമത്തിൽ, അതായത് ഈ ദൃശ്യം വ്യാപകമായി പ്രചരിച്ചതോടെ അതിലുള്ളൊരു മനോവിഷമത്തിലാണ് ഇദ്ദേഹം മരിച്ചതെന്നാണ് ഒരു പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രധാനമായും ഈ തലപ്പാടി മംഗളൂരു കാസർഗോഡ് പാതയിൽ കർണാടക KSRTCയും അതുപോലെ തന്നെ കേരള KSRTC സർവീസ് നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 9 മണിയോടുകൂടിയുള്ള കേരള KSRTC അതുകൂടെ നഷ്ടപ്പെട്ടുള്ള അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു കല്ലേറ് നടത്തി കൈയോടെ ഇയാളെ പിടികൂടുന്നു. പോലീസ് പിടികൂടുന്നതിന് ശേഷം അത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ല എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധി, അതായത് കർണാടക അതിർത്തിയിലുള്ള സ്ഥലമാണ്, ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് കൈമാറുകയായിരുന്നു. ഏതായാലും ഈ മഞ്ചേശ്വരം പോലീസിനെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കൃത്യമായും ഈ ഒരു കാരണം തന്നെയാണോ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ, അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ അതിൽ മനം നൊന്ത് അല്ലെങ്കിൽ അതിൽ ഒരു നാണക്കേട്ടുണ്ടായതിനെ തുടർന്നാണ് ഇയാൾ ആത്മഹത്യ ചെയ്തെന്ന്, ഈ മുഹമ്മദ് അലി ആത്മഹത്യ ചെയ്തെന്ന ഒരു പ്രാഥമിക വിവരമാണ് പോലീസ് നമുക്ക് നൽകുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ അതിലൊരു അന്തിമമായ തീരുമാനം പോലീസിന്റെ ഭാഗത്തുണ്ടാവും. അതുകൂടാതെ ഈ ഉള്ളാൾ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ മാനസികമായി തകർന്നു പോകാം. കാരണം ഒരു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് പോലും ചിലരെ സംബന്ധിച്ച് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു. ഇതിൻ്റെ മനോവിഷമത്തിലാണ് ഹമീദ് അലി ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ഒരു കേസിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് പോയാൽ കർണാടക പോലീസ് ഈ ഹമീദ് അലിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാഹചര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ KSRTC ബസ്സിന് നേരെ ഈ ഹമീദ് തന്നെയാണോ കല്ലെറിഞ്ഞത്? എന്താണ് അതിൻ്റെ കാരണം? ഈ ഹമീദ് അലി കല്ലെറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ബസ് അവിടെ നിർത്തി കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും ഇറങ്ങി ഇയാളെ കൈയോട് പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ പിടികൂടിയതിനു ശേഷം ഇയാളെ മഞ്ചേശ്വരം പോലീസിന് കൈമാറുന്നു. മഞ്ചേശ്വരം പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോഴേക്കും ഈ സംഭവം നടന്നിട്ടുള്ളത് കർണാടക പോലീസിന്റെ പരിധിയിൽ വരുന്നതാണ്, അതായത് ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെയാണ് ഇയാളെ ഉള്ളാൾ പോലീസിന് കൈമാറുന്നത്. ഉള്ളാൾ പോലീസ് ഇയാളെ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
ഇത് സംബന്ധിച്ച് പോലീസ്, മഞ്ചേശ്വരം പോലീസ് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു 4 ബസ്സുകളോളം ഇദ്ദേഹം കൈനീട്ടി, ആ ബസ്സുകളൊന്നും നിർത്താൻ തയ്യാറായില്ല. ഇത് തലപ്പാടി ബോർഡറാണ്, നമ്മളെ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റ് വരുന്ന സ്ഥലമാണ്, അവിടെ നിർത്താൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ അവസാന ബസ് ആ KSRTC കൂടി നിർത്താതെ വന്നപ്പോൾ അതിൽ പ്രകോപിതനായാണ് മുഹമ്മദ് അലി ബസ്സിന് നേരെ കല്ലെറിഞ്ഞത്. പുറകെ വശത്തെ ഗ്ലാസ് ഈ പൂർണ്ണമായും തകർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാളെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത്. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ദൃശ്യം അത് വലിയ തോതിൽ പ്രചരിച്ചു. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ആ ഭാഗങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഒരു പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കാം ഭാര്യ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലാണ്, മലപ്പുറം സ്വദേശിനിയാണ്. മലപ്പുറത്ത് നിന്നാണ് ഈ ഭാര്യ ഈ ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ ഒരു അപമാനത്താലായിരിക്കാം ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അത് കൂടുതൽ പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റെന്തെങ്കിലും ദുരനുഭവം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉള്ളാൾ പോലീസിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ ഇതിൽ ഒരു കാര്യമായ സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കളാണ് ഇയാൾ ഫോണിൽ വിളിച്ച് എടുക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കളും അതുപോലെ തന്നെ അയൽവാസികളും വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് തലപ്പാടിയിലാണ് KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞ വയോധികൻ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ അതിന്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കിയത്. പേടി മാറാൻ ആനക്കൊമ്പിൽ ഇരുത്തുന്നതിനിടയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞ് ആനയുടെ കാൽച്ചുവട്ടിൽ വീണ സംഭവത്തിൽ പിതാവിനെതിരെയും ആനപ്പാപ്പാനെതിരെയും കേസെടുത്ത് പോലീസ്. ആ വാർത്തയിലേക്ക് എത്താം. ആലപ്പുഴ ഹരിപ്പാട് 6 മാസം പ്രായമുള്ള കുഞ്ഞ് ആനയുടെ കാൽച്ചുവട്ടിൽ വീണ ഭയപ്പെടുത്തുന്ന ദൃശ്യമാണിപ്പോൾ കണ്ടത്. ആ കുഞ്ഞിൻ്റെ പേടി മാറാനാണ് സ്വന്തം പിതാവ് കുഞ്ഞിനെ ആനക്കൊമ്പിലിരുത്തുന്നത്. അതിനിടെ അപകടം സംഭവിക്കുന്നു. സംഭവത്തിൽ പിതാവിനെതിരെയും ആനപ്പാപ്പാനെതിരെയും ഒന്നാം പാപ്പാൻ ജിതിനെതിരെയും ജിതിൻ്റെ സഹായിയും കുട്ടിയുടെ പിതാവുമായ അഭിനാഷിനെതിരെയുമാണ് ഹരിപ്പാട് പോലീസ് കേസെടുത്തത്. മതപ്പാടിനെ തുടർന്ന് പാപ്പാനെ കുത്തിക്കൊന്ന ആനയുടെ മുന്നിലായിരുന്നു കുഞ്ഞുമായുള്ള സാഹസം. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ ആന ഇതിനു മുൻപ് ഒരു പാപ്പാനെ കുത്തിക്കൊന്നിട്ടുള്ളതാണ്. അതുപോലെ ഉള്ളൊരു ആനയുടെ മുന്നിലാണ് സ്വന്തം കുഞ്ഞുമായിട്ടുള്ള സാഹസം കാട്ടിയത്. ഇതെന്നായിരുന്നു സംഭവം? പോലീസ് 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. വിശദാംശം. ടോമെ, ഈ സംഭവം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. അതായത് ഹരിപ്പാട് ക്ഷേത്രത്തിലെ സ്കന്ദൻ എന്ന ആനയുടെ പാപ്പാന്മാരും ഒപ്പം തന്നെ പാപ്പാന്റെ സഹായിയും ചേർന്നാണ് അതിസാഹസത്തിന് മുതിർന്നത് എന്നുള്ളതാണ്. അതായത് ഈ ആനയുടെ പാപ്പാൻ ജിതിൻ, അയാളുടെ സഹായിയായ അഭിലാഷിന്റെ കുട്ടിയാണ് ഇത്തരത്തിൽ 6 മാസം പ്രായമായ പിഞ്ചു കുഞ്ഞിനെ വെച്ചിട്ടാണ് ഇത്ര വലിയൊരു സാഹസം അവർ കാട്ടിയത് എന്നുള്ളതാണ്. അതായത് കുട്ടിയെ ചോറൂണിനായി ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതാണ്. അതിനുശേഷം കുഞ്ഞിനെ പേടി മാറ്റാൻ എന്നുള്ള പേരിലാണ് കുട്ടിയെ കൊണ്ടുവന്ന് ആനയുടെ കീഴ്ഭാഗത്തു കൂടി കുട്ടിയെ കൊണ്ട് കടന്നു. അതിനുശേഷം പിന്നീട് ആനയുടെ തുമ്പിക്കൈയുടെ ഭാഗത്തേക്ക് കുഞ്ഞിനെ പലതവണ വെക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ കൊമ്പിന്റെ തുമ്പിക്കൈയുടെ ഭാഗത്തായിട്ട് വെക്കുമ്പോൾ ഈ കുഞ്ഞ്, അതായത് 6 മാസം പ്രായമുള്ള കുഞ്ഞ് അത്രയും ഉയരത്തിൽ നിന്ന് നിലത്തേക്ക് വീഴുകയാണ്. അതിനുശേഷം ഈ കുട്ടിയെ ആനയുടെ ഈ തുമ്പിക്കൈയുടെ ഭാഗത്തേക്ക് പിടിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞ് കരയുന്നത് നമുക്ക് കേൾക്കാം. എത്ര കരഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ അവർ ആ കുഞ്ഞിനെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ആ കുഞ്ഞ് ഈ അഭിലാഷിന്റെ കയ്യിൽ നിന്ന് തന്നെ ഈ കുട്ടി താഴത്തേക്ക് വീഴുകയാണ്. അങ്ങനെ വീണ ഈ സംഭവം ആ പരിസരത്ത് നിന്ന ആളുകൾ, കോമ്പൗണ്ടിന് പുറത്ത് നിന്ന്, മതിൽക്കെട്ടിന് പുറത്ത് നിന്ന ആളുകൾ ഇവർ ഈ കുട്ടിയെ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളെ എതിർത്തും പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവർ ഈ ദൃശ്യങ്ങൾ പറഞ്ഞത് വകവയ്ക്കാതായതോടുകൂടിയ ജനങ്ങളെ, അവിടെ കൂടിയിരുന്ന ജനങ്ങൾ ആ ദൃശ്യം പകർത്തുകയായിരുന്നു. ഈ ആനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കന്ദൻ എന്ന ആന മതപ്പാടിന്റെ ലക്ഷണം ഉണ്ടായിരുന്ന ആനയാണ്. 4 മാസം മുമ്പ് ആനയെ
മതപ്പാടിനെ തുടർന്ന് മതപ്പാടിന് ശേഷം ആനയെ ഇറക്കിയപ്പോൾ ആനയുടെ പാപ്പാനെ ചവിട്ടിക്കൊന്ന ശേഷം ഉള്ള ഒരു ആനയാണ്. അതായത് അതിനെ ഇപ്പോൾ എഴുന്നള്ളിക്കാനോ അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്കോ കൊണ്ടുപോകാൻ അനുമതി കിട്ടാത്ത അങ്ങനത്തെ ഒരു മാനസിക നിലയിലുള്ള ഒരു ആന കൂടിയാണ് അതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ല, വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ആനയുടെ ചുവട്ടിലാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇത്രയധികം സംഭവങ്ങൾ അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ എന്തായാലും ഹരിപ്പാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛൻ അഭിലാഷ്, ഒപ്പം തന്നെ ആനയുടെ പാപ്പാനായ ജിതിൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇപ്പോൾ അഭിലാഷ് കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ആന ഇനി അടുത്ത ദിവസങ്ങൾ തന്നെ, അതായത് തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ അടുത്ത മതപ്പാടിലേക്ക് ആന പോകും എന്നുള്ളതും നമ്മളോട് ദേവസ്വം അധികൃതരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ദേവസ്വം ബോർഡ് അധികൃതർ ഇപ്പോൾ ഈ സ്ഥിരം ജീവനക്കാരനായ ജിതിനോട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അഭിലാഷിനെ താൽക്കാലിക ജോലിയിൽ നിന്ന് തീർച്ചയായും ശരണ്യ, സുബോധത്തിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കൊരു സംശയം തോന്നിയത് ഈ പിതാവും ആനപ്പാപ്പാനും മദ്യലഹരിയിലായിരുന്നോ? മറ്റു ബന്ധുക്കളാരും ഈ സമീപത്തില്ലായിരുന്നോ? മദ്യലഹരിയിലായിരുന്നു എന്നുള്ള സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കുഞ്ഞ് താഴത്തേക്ക് വീഴുമ്പോൾ മറ്റൊരാൾ കയറി വന്ന് ഈ കുട്ടിയെ എടുക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനു മുമ്പ്, അതായത് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആനയുടെ തുമ്പിക്കൈയുടെ ചുറ്റും തുമ്പിക്കൈയിൽ കുഞ്ഞിനെ കൊളുത്താൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ കുട്ടിയെ കൊമ്പിന്റെ ഭാഗത്ത് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ മുമ്പ് ഇവര് ഈ ആനയെ മർദ്ദിച്ചിരുന്നു എന്നുള്ളതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ആനയെ ഇവരെ വരുതിയിലാക്കുന്നതിന് വേണ്ടിയായിരിക്കും ഒരു പക്ഷെ, എങ്കിൽ പോലും ആനയെ അടിക്കുന്ന ദൃശ്യങ്ങൾ അടിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിദാരുണമായ സംഭവം. കാരണം ആന കാലം നനക്കിയിരുന്നെങ്കിൽ ആ കുഞ്ഞിന് അപകടം പറ്റുമായിരുന്നു. പക്ഷേ ആ ആന അങ്ങനെ തന്നെ നിന്നതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് അബദ്ധവശാൽ പോലും ആന ആ കാലനക്കിയിരുന്നെങ്കിൽ ആ കുഞ്ഞ് അതിനടിയിൽ പെട്ടുപോകാൻ അത്ര ഗൗരവതരമായ സംഭവം തന്നെയാണ് ഹരിപ്പാട് നടന്നത്. ടോം, തീർച്ചയായും അങ്ങനെ ഈ ആനയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ തിരുവനന്തപുരത്ത് സമാനമായ രീതിയിൽ ഒരാനയെ പാപ്പാൻ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ പാപ്പാനെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു. ഈ സംഭവത്തിൽ, അതായത് കുഞ്ഞിനെയും കൂട്ടി സാഹസം കാട്ടിയത് ഒരു വശത്ത്, മറുവശത്ത് ഒരു മിണ്ടാപ്രാണിയോട് കാട്ടിയ ക്രൂരത കൂടിയുണ്ട്. സംഭവത്തിലും നടപടി ഉണ്ടാകുമോ? അതായത് ആനയെ മർദ്ദിച്ച സംഭവത്തിലും നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഇത് അതീവ ഗൗരവകരമായ ഒരു വിഷയമാണ്. കാരണം തിരിച്ചറിവില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ വെച്ചിട്ടാണ് എന്ത് അന്ധവിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും ഇത്തരം സാഹസങ്ങൾ കാണിച്ചത് എന്നുള്ളതാണ്. അതിൽ തന്നെ ആനയിൽ നിന്ന് പരിക്കേൽക്കുന്നതിനപ്പുറം ഈ കുഞ്ഞ് നമുക്കറിയാം, ഒരു ആനയുടെ തുമ്പിക്കൈയും കൊമ്പിന്റെ ഭാഗവും വരുമ്പോൾ എത്രമാത്രം പൊക്കമുണ്ടാകുമെന്ന്. ആ ഒരു ഉയരത്തിൽ നിന്നാണ് കുഞ്ഞ് താഴത്തേക്ക് വീഴുന്നത്. ഈ 5 മാസം 6 മാസം പ്രായമുള്ള കുഞ്ഞാണ് ഈ അത്രയും ഹൈറ്റിൽ നിന്ന് നിലത്തേക്ക് വീണിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ആനയുടെ കാൽച്ചൂട്ടിലേക്കാണ് ഈ കുഞ്ഞ് വീഴുന്നത്. വീഴുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ അത് ആർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്ര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ആ കുട്ടിയെ വെച്ച് ചെയ്തെന്നുള്ളതാണ്. അതും ഒരു തിരിച്ചറിവില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞ്. അതിനെന്ത് പറയാൻ പറ്റുമോ? കരയുക മാത്രമാണ് ആ കുട്ടി. കുഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിരന്തരം കരഞ്ഞിട്ടും ഈ കൂടെ ഉണ്ടായിരുന്ന പിതാവ് അടക്കമുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും അതില്ലാതെ വീണ്ടും വീണ്ടും ആ പ്രവൃത്തി അവർ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആളുകൾ കോമ്പൗണ്ടിന് പുറത്ത് നിന്ന് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. ആളുകൾ പുറത്തുനിന്ന് വിളിച്ചു വരുന്നുണ്ട്. ഇവർ കാണിക്കുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവർ ഇത് തുടർന്നു. അപ്പോൾ ഇവർ മദ്യലഹരിയിലാണോ എന്നും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് വളരെ ഗൗരവമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആന നല്ലൊരു കണ്ടീഷനിലുള്ള ആന അല്ല എന്നുള്ളതാണ്. അതായത് ഈ നേരത്തെ മതപ്പാട് കണ്ട ഘട്ടത്തിൽ ഇതിനെ 4 മാസം മുമ്പ് അഴിച്ചു മാറ്റിയ സ്വന്തം പാപ്പാനെയാണ് അത് കുത്തി കൊലപ്പെടുത്തിയത്. ഒപ്പം കൂടെ ഉണ്ടായിരുന്ന 2ാം പാപ്പാനെ കുത്തിയിട്ട് ഗുരുതര പരിക്കുകളുമായി ആണ് അയാൾ രക്ഷപ്പെട്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ആന ഒരു മനോനില അല്ലെങ്കിൽ ഒരു സാധാരണ ഗതിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അത്തരം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാത്തൊരു ആനയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ആന
വനം വകുപ്പും ഒപ്പം തന്നെ ഈ പറഞ്ഞ ദേവസ്വം ബോർഡും അതിനെ മറ്റു ചടങ്ങുകൾക്കോ എഴുന്നള്ളിപ്പിനോ ഇപ്പോൾ ഉപയോഗിക്കാനാവില്ല എന്ന് നിലപാടെടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ഫിറ്റ്നസ് കിട്ടാത്ത ഒരു ആനയുടെ ചുവട്ടിൽ കൊണ്ടുപോയിട്ടാണ് സ്വന്തം പിതാവ് ഇതെല്ലാം അറിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. എന്നാലും അത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വനം വകുപ്പ് അതിന് മുമ്പ് ഈ ആന ഇവർ അടിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പ്രകോപനം, ഇവർ അടിച്ചതിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു പ്രകോപനം ആ ആനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിനെ വെച്ചിട്ടുള്ള കളി മറ്റൊരു രീതിയിലേക്ക് മാറിയനെ എന്നുള്ളതാണ്. ഈ സംഭവത്തിനകത്ത് എന്തായാലും ദേവസ്വം ബോർഡ് വളരെ ഗൗരവത്തോടെ കാണുന്നു. അവർ നടപടിയെടുക്കുന്നതാണ് വ്യക്തമാക്കുന്നത്. പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇപ്പോൾ അച്ഛൻ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ വനം വകുപ്പും ഇനി നടപടിയെടുക്കുമോ എന്ന് വേണം. കാരണം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ കാല് പിണഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെ ആന നിന്നതുകൊണ്ട് മാത്രം, അത് സാധാരണ നിൽക്കുന്ന പോലെ അല്ല ആന നിൽക്കുന്നത്. ആന ഇങ്ങനെ കാല് പിണഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ആ കാലൊന്ന് ഇപ്പുറത്തേക്ക് എടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞിന് വലിയ അപകടം സംഭവിച്ചേനെ. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പോലീസ് ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. ദേവസ്വം ബോർഡ് അവർക്ക് ഈ സംഭവത്തിനകത്ത് വിശദീകരണം ചോദിച്ചുകൊണ്ട് ഈ രണ്ടാമത്തെ ജിതിനോട് ഇതിന്റെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ടെമ്പററി ആയിട്ടാണോ സ്ഥിരം ജീവനക്കാരനല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ സഹായിയായി എത്തിയതാണ് അഭിലാഷ് ദേവസ്വം ജീവനക്കാരനാണ്. അഭിലാഷിന് ഈ കുട്ടിയുടെ അച്ഛനാണ്. അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്താ അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുള്ള ഇതുപോലുള്ള സാഹസത്തിന് മുതിരരുത് എന്നതാണ് ഈ സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇതുപോലുള്ള നിരവധി ആചാരങ്ങൾ അല്ലെങ്കിൽ ദുരാചാരങ്ങളൊക്കെ അനാചാരങ്ങളൊക്കെ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ കുഞ്ഞിൻ്റെ പിതാവ് അഭിലാഷിനും ആനപ്പാപ്പാൻ ജിതിനെതിരെയുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിൽ പരിശോധിക്കുന്നത്. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി വീണ്ടും നീട്ടി. ജനുവരി 21 വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതേസമയം അതിജീവിതയെ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. നേരത്തെ ഈ ലൈംഗികാരോപണം പരസ്പര സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധമാണെന്നും ഗർഭചിത്രത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇതിന് പിന്നാലെയാണ് തൻ്റെ വാദവും തൻ്റെ ഭാഗവും കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതയും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിജീവിതയെ കക്ഷി ചേർക്കാനുള്ള തീരുമാനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ജനുവരി 21 വരെയും അറസ്റ്റ് പാടില്ലെന്ന നിർദ്ദേശമുണ്ട്. അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ അതിജീവിതയുടെ ഭാഗം കൂടി കേൾക്കാൻ വേണ്ടിയാണോ? കാരണം സത്യവാങ്മൂലം ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടല്ലോ. ഇത് 3-ാം തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണ് നോട്ട് ടു അറസ്റ്റ്, രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യരുത്, ഇതിൽ വിശദമായിട്ടുള്ളൊരു വാദം കേൾക്കണം, രാഹുൽ മാങ്കൂട്ടൻ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടോ എന്ന് കൂടുതൽ വ്യക്തത വരണം എന്നുകൂടി ഹൈക്കോടതി പറയുകയും അതിനെ തുടർന്ന് ഇതിന്റെ വിശദമായ വാദത്തിന് ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് പോകാവൂ എന്നൊരു ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് എന്തായാലും അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അത് വലിയൊരു ആശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച്. ഇന്ന് ഹർജി പരിഗണിക്കുമ്പോഴും ഇന്ന് വിശദമായിട്ടുള്ളൊരു വാദത്തിനായിരുന്നു ഇന്നും സാധ്യതയുള്ളത്. അതിനുശേഷം ഇന്ന് തന്നെ വിധി പറയുമോ എന്നതായിരുന്നു ഏറെ ഉറ്റുനോക്കിയത്. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഹൈക്കോടതിയിൽ തന്നെ കൂടി കക്ഷി ചേർക്കണം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ കൂടി കേൾക്കണം, തന്നെ കൂടി കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ അതിജീവിതയെ കൂടി ഹൈക്കോടതി കക്ഷി ചേർത്തിരിക്കുകയാണ്. തനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് അതിജീവിതയും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ചത്തെ സമയമാണ് അതിജീവിതയ്ക്ക് കോടതി നൽകിയിരിക്കുന്നത്. ഇതിൽ എന്താണ്
പറയാനുള്ളതെന്ന് സത്യവാങ്മൂലം നൽകുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി കോടതി 21-ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കുമ്പോഴായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതോടൊപ്പം തന്നെ അതിജീവിതയ്ക്കും എന്താണ് പറയാനുള്ളതെന്ന് കോടതി കേൾക്കുക. അന്ന് വിശദമായിട്ടുള്ള ഒരു വാദം തന്നെയായിരിക്കും നടക്കുക. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാണ് ലഭിക്കുന്നത്. 21 വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഇതിൽ അതിജീവിത ഇന്നലെ നൽകിയ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലികളും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകളുമാണ് തനിക്കെതിരെ വലിയ സൈബർ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ തനിക്ക് ചില തെളിവുകളടക്കം നൽകാനുണ്ടെന്ന് കൂടി കോടതിയെ ബോധിപ്പിക്കുന്നുണ്ട്. അതിൽ ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടം പ്രധാനമായും പറയുന്നത് തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം ഈ യുവതിയുമായി തനിക്കുണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. അതിൽ ഒരു കാരണവശാലും ബലാത്സംഗം കേസ് നിലനിൽക്കുകയില്ല. അതോടൊപ്പം നിർബന്ധിച്ച് ഗർഭഛിത്തം നടത്തിയെന്ന് പറയുന്നതും തെറ്റാണ്. അങ്ങനെ അത് നിർബന്ധിച്ചിട്ടല്ല നടത്തിയതെന്നതിന്റെ തെളിവുകളും തന്റെ പക്കലുണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടം തുടക്കം മുതൽ തന്നെ പറയുന്നത്. ഇതിന്റെ തെളിവുകളടക്കം നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്തായാലും 21-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അതുവരെ അറസ്റ്റ് ഉണ്ടാകില്ല. വിശദമായ വാദത്തിന് ശേഷം ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് നിർണായകം. തീർച്ചയായും നവമി, അതോടൊപ്പം ഈ കേസിൽ ഈ യുവതിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കുടുംബജീവിതം തകർത്തു. മാത്രമല്ല ഇരുവരും തങ്ങൾ തമ്മിലുള്ള കുടുംബജീവിതത്തിൽ ചെറിയ സൗന്ദര്യ പിണക്കം അത് പരിഹരിക്കാനെന്ന പേരിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് സംസാരിച്ചില്ല. പക്ഷെ അതിൻ്റെ മറവിലാണ് ഈ പെൺകുട്ടിയുമായി അടുത്തത്, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തത്, ആ ഗർഭം തൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ മുഖ്യമന്ത്രിക്കും DGPക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ഇന്നലെ കൊച്ചിയിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ യുവാവ് പരിഭവം പങ്കുവച്ചിരുന്നു. മാത്രമല്ല കോൺഗ്രസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദവിയിൽ തുടരുന്നു. ആ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയുമായി അടുത്തത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും ആ യുവാവിൻ്റെ തീരുമാനമെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോം, എന്തായാലും ഇന്നലെയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിജീവിതയുടെ ഭർത്താവ് അത് ആവർത്തിക്കുകയായിരുന്നു. ടോം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നെയും തന്റെ പേരും തന്റെ കുടുംബവും ഒക്കെ ഇതിലേക്ക് പൊതു മധ്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കേസും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കടക്കുന്നത്. തന്റെ കുടുംബവും തനിക്കുമൊക്കെ വളരെ വേദനയുണ്ട്. അതോടൊപ്പം ഈ യുവതി ഈ അതിജീവിതയുമായി വിവാഹം കഴിഞ്ഞ് തങ്ങൾക്കിടയിലുള്ള പ്രശ്നം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നതും പിന്നീടുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നതും. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിളിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയോ ഒന്നും തന്നെ ചെയ്തില്ല. പകരം തന്റെ കുടുംബജീവിതം തകർക്കുന്ന തരത്തിലേക്ക് മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടം കടന്നതെന്നാണ് അതിജീവിതയുടെ ഭർത്താവ് പറയുന്നത്. തനിക്ക് തന്നെ വളരെ മോശമാകുന്ന രീതിയിലേക്ക് തന്നെ പൊതുമധ്യത്തിൽ തന്നെ നിർത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുകൂടി അതിജീവിതയുടെ ഭർത്താവ് പറയുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും അവർ കേസെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യം കൂടി പറയുന്നു. എന്തായാലും കൂടുതൽ തുടർ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് അതിജീവിതയുടെ ഭർത്താവും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഈ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്, അല്ലെങ്കിൽ എന്താണ് പോലീസിന് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അടുത്ത നീക്കമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും മുൻകൂർ ജാമ്യം കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുക. പക്ഷേ അതിജീവിതയുടെ ഭർത്താവിന്റെ പരാതിയിൽ കേസെടുക്കാത്തത് എന്ത് എന്നതിൽ ഒരു വ്യക്തതയും കൈവന്നിട്ടുമില്ല. തുടർ നടപടികൾ കടക്കാൻ തന്നെയാണ് അതിജീവിതയുടെ ഭർത്താവും തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും നവമി, ഈ കേസ് ഇനി പരിഗണിക്കുന്ന ഈ മാസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. അന്ന് അതിജീവിതയുടെ ഭാഗം കേൾക്കും. സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അത് വിശദമായ വാദം കേട്ട ശേഷം മാത്രമായിരിക്കും കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുകയുള്ളൂ എന്ന്
കരുതാം. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോഴും വിധി ഉണ്ടാകാനുള്ള, അതായത് ജാമ്യാപേക്ഷമേൽ കോടതി വിധി പറയാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലേ? ടോം, എന്തായാലും അടുത്ത ഹൈക്കോടതിയുടെ നീക്കം ഇത് വിശദമായിട്ടുള്ളൊരു വാദം കേൾക്കുക എന്നത് തന്നെയാണ്. ആദ്യം ഈ തിരുവനന്തപുരത്തെ കോടതിയിൽ നിന്നും ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. ആ സമയത്ത് തന്നെ രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും രാഹുൽ അപ്പോഴേക്കും കേരളം വിട്ടിരുന്നു, കർണാടകയിൽ ഒളിവിലായിരുന്നു. പിന്നീട് അവിടെ നിന്നുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യത്തെ പ്രാവശ്യം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്ന ഹർജിയിൽ അല്ലെങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകളിൽ ചില ഗൗരവകരമായിട്ടുള്ള കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ഒരു ബലാത്സംഗമായി കണക്കാക്കില്ല എന്ന നേരത്തെയും പല കേസുകളിലും കോടതി പരാമർശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തെ കൂടി വിശദമായി കേൾക്കേണ്ടതുണ്ടെന്നാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഓരോ തവണയും ഹർജികൾ മാറ്റിവെക്കുകയായിരുന്നു. അതിനിടയിലാണ് തന്നെ കൂടി കേൾക്കണമെന്ന് അതിജീവിത പറയുകയും അതിനെ അതിജീവിതയെ കൂടി കേസിലെ കക്ഷിയാക്കാൻ കോടതി തീരുമാനിക്കുകയും ചെയ്തത്. ഇനി അടുത്ത ഘട്ടത്തിൽ, അതായത് 21-ാം തീയതി ഹർജി പരിഗണിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണോ പറയാനുള്ളത് അതും കോടതി കേൾക്കും. അത് രാഹുൽ മാങ്കൂട്ടം സമർപ്പിച്ച തെളിവുകളും കോടതി പരിശോധിക്കും. അതോടൊപ്പം അതിജീവിതയ്ക്ക് എന്താണ് പറയാനുള്ളത്, അത് രാഹുലിനെതിരെ തന്റെ പക്കൽ തെളിവുകളുണ്ട്, മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകരുത് എന്നാണ് അതിജീവിത പറയുന്നത്. അതിന്റെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള തെളിവുകളും അതിജീവിത കോടതിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും കോടതി അടുത്ത നടപടി, അതായത് മുൻകൂർ ജാമ്യം നിഷേധിക്കുമോ അതോ മുൻകൂർ ജാമ്യം അനുവദിക്കുമോ എന്നതിലൊരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. എന്തായാലും കോടതി നടപടികളാണ്, നമുക്ക് ഒരു കൃത്യസമയം പറയാൻ കഴിയില്ല. അടുത്ത ഹർജി പരിഗണിക്കുമ്പോൾ 21-ാം തീയതി വിശദമായിട്ടുള്ളൊരു വാദത്തിനാണ് സാധ്യതയും. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നോക്കിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിന് വീണ്ടും തിരിച്ചടി. ദ്വാരപാലക പാളി കടത്തിയ കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയാണ് നടപടിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും റിമാൻഡ് കാലാവധിയും കോടതി നീട്ടിയിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കാൻ എത്തിയപ്പോൾ പത്മകുമാർ പറഞ്ഞത് എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നാണ്. അയ്യപ്പൻ്റെ സ്വർണം കട്ടവരുടെ കാര്യമല്ല അയ്യപ്പൻ നോക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളുന്നു, ജയിലിൽ തുടരുന്നു. എന്താണെന്ന് കോടതിയിൽ സംഭവിച്ചത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൽ പത്മകുമാറിന് വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കാരണം കട്ടളപ്പാളി കേസിൽ മുൻപും ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. ഹൈക്കോടതിയിലടക്കം എ പത്മകുമാർ ശ്രമിച്ചിരുന്നു. തുടർന്നാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. വിജിലൻസ് കോടതിയും ജാമ്യാപേക്ഷ കട്ടളപ്പാളി കേസിൽ തള്ളുകയും ചെയ്തു. ഇന്ന് ദ്വാരപാലക കേസിലാണ് ഈ ജാമ്യം തള്ളിയത്. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന 2 പ്രതികൾ, മറ്റൊന്നും 2 പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മറ്റു പ്രതി, അങ്ങനെ 2 പേരുടെ റിമാൻഡ് കാലാവധി ഇന്ന് കഴിഞ്ഞിരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് നീട്ടുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ വെളിപ്പെടുത്തലുകൾ ഉന്നതത്തിലേക്ക് കേസ് നീളുന്ന സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നത് ഇതിൽ ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് പത്മകുമാർ പറഞ്ഞത്. ഇത് തനിക്ക് മാത്രം ഉള്ളതല്ല, താൻ മാത്രമല്ല ഇതിൽ പങ്ക്, ഇതിൽ മറ്റ് ദേവസ്വം ബന്ധപ്പെട്ടുള്ളവർക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നതാണ് പറഞ്ഞത്. പക്ഷേ ഈ കാര്യം കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. എന്തായാലും അയാൾക്ക് എ പത്മകുമാറിന് ജാമ്യം നിഷേധിച്ച സാഹചര്യമാണ് ഉള്ളത്. വലിയൊരു തിരിച്ചടിയാണ് ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും റിമാൻഡ് കാലാവധി വീണ്ടും കോടതി നീട്ടിയിട്ടുണ്ട്. ഈ കേസിൽ കാരണം വിശദമായ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. കോടതി 6 ആഴ്ചത്തെ സാവകാശം കൂടി
ഹൈക്കോടതി SITക്ക് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ. അതായത് അന്വേഷണം കൂടുതൽ വിശദമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ കേസിൻ്റെ അന്വേഷണ പുരോഗതി എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയിൽ SIT ബോധിപ്പിച്ചിട്ടുണ്ടോ, ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നോ, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ SIT നൽകിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോം, നമുക്കറിയാൻ കഴിയുന്നത് കേസ് വലിയ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മുരാരി ബാബുവിനെ അടക്കം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. വലിയ വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളതായിട്ടാണ് നമുക്കറിയുന്നത്. വലിയൊരു വഴിത്തിരിവിലേക്കാണ് ഈ കേസ് നീങ്ങുന്നത്. ഇതിൻ്റെ കൂടുതൽ വ്യക്തതയ്ക്കായിട്ടുള്ള അന്വേഷണമാണ് ഇനി കൂടുതൽ നടക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കേസിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. കാരണം ഇതിൽ ഏകദേശം ഒരു 10ഓളം പ്രതികളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇവരെല്ലാം വിശദമായി ചോദ്യം ചെയ്യുന്നു, കസ്റ്റഡിയിൽ വാങ്ങുന്നു. ഒരു ദിവസം 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഈ കേസ് മുന്നോട്ട് പോകുന്നതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു വ്യക്തതയിലേക്ക് ഇതുവരെയും നീങ്ങിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് കാര്യം തന്നെയാണ്. ഉന്നതരിലേക്ക് തന്നെ ഈ ഒരു കേസ് നീളുന്നു എന്നുള്ളതും വലിയൊരു സൂചനകൾ പ്രകടമാകുന്നുണ്ട്. എന്തായാലും ഈ പത്മകുമാറിൻ്റെ ജാമ്യം പൂർണ്ണമായും കോടതി നിഷേധിച്ചിട്ടുണ്ട്. കാരണം പത്മകുമാറിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് കേസിനെ പൂർണ്ണമായും ബാധിക്കും. കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ കൂടുതൽ ബാധിക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ടോം സൂചിപ്പിച്ചു, എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്ന് പത്മകുമാർ പറഞ്ഞെങ്കിൽ പോലും ഇതിൽ ഒരുപാട് വ്യക്തതകൾ വരാനുണ്ട്. ഒരുപാട് പേര് ഇതിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തുടക്കം മുതലേ ഈ കേസിൻ്റെ ഒരു സൂചന ലഭ്യമാകുന്നതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ കേസിൻ്റെ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുമെന്നുള്ളത് തീർച്ചയായും ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് ടോം. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദൈവങ്ങളെപ്പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ല എന്നാണ്. കാരണം ഇവിടെ അത്ര വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടു, ആ കട്ട സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരൊക്കെയാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തതെന്ന് വ്യക്തമായിട്ടില്ല. ഇതിൽ ഉന്നതരുടെ പങ്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോകുന്നു, പല ഉന്നതരെയും ചോദ്യം ചെയ്യുന്നു. ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പല പ്രധാനപ്പെട്ട നേതാക്കളെ, ഭരണകക്ഷിയിലെ നേതാക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് SIT കടന്നിട്ടുണ്ട്. അതിനിടെയാണ് പത്മകുമാറിന് വീണ്ടും കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ജാമ്യാപേക്ഷ കോടതി, കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.